പ്രിയമുള്ളവരെ, ഏതാണ്ട് ഒരൊന്നൊന്നര ആഴ്ച കാലമായി ഈ കേരളത്തിലെ ചോരയും നീരുമുള്ള ചെറുപ്പക്കാരെ മാത്രമല്ല വൃദ്ധരെ അടക്കം പോലീസ് സ്റ്റേഷനുകളിൽ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും തെളിവുകളുമൊക്കെ പുറത്തു വന്നു. ഓരോ കുടുംബങ്ങളും കുടുംബനാഥന്മാരും കുടുംബനായികകളുമൊക്കെ നിലവിളിക്കുന്നു. ഞങ്ങളെയൊക്കെ പോലീസുകാരടിച്ച് ക്രൂരമായി പീഡിപ്പിച്ച് ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചു, ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല, നീതിപീഠങ്ങൾ കണ്ണടയ്ക്കുന്നു, മേലുദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്നു, രാഷ്ട്രീയക്കാർ കണ്ണടയ്ക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങളിവിടെ അലറിക്കരയാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ നാഴിക്ക് 100 വെട്ടവും 400 വെട്ടവും ഏത് കാര്യത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ നാക്കെടുത്തിട്ട് കുരയ്ക്കുന്ന സംസ്ഥാന സെക്രട്ടറി, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള സഖാക്കളെല്ലാം മാളത്തിലേക്ക് ഒളിച്ചോടി. എന്നാൽ ഈ കസ്റ്റഡി മർദ്ദനത്തിനും ഈ ക്രൂരതകൾക്ക് നീതി നൽകാത്തതിനുമൊക്കെ നീതി തേടി അലയുന്ന മനുഷ്യരോട് ഒരു വാക്ക് പറയാൻ ഉത്തരവാദിത്തമുള്ള ആഭ്യന്തരമന്ത്രിയായ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് പേര് കേട്ട അയാളെ പറയുന്നത് ഇരട്ടച്ചങ്കനെന്ന് സ്വയം പുകഴ്ത്തുന്ന പരട്ടച്ചങ്കൻ, അയാളെ പരട്ടച്ചങ്കനെന്നും വിളിക്കാൻ പാടില്ല. അതൊക്കെ മനുഷ്യർക്ക് ചേരുന്ന പേരുകളാണ്. ഇത് മനുഷ്യനൊന്നുമല്ല, അലവലാതിയായ ഒരു പാറച്ചങ്കൻ. ഈ പാറച്ചങ്കൻ പോലും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല, മൗനവ്രതത്തിലിരിക്കുകയാണ്. ജനങ്ങളിവിടെ പ്രക്ഷോഭങ്ങൾ നടത്തുന്ന, നീതിക്ക് വേണ്ടി നിലവിളിക്കുന്ന, മാധ്യമങ്ങളിലൂടെ അവരെ കണ്ണീര് കണ്ട് കേരളം ഒന്നടങ്കം കരയുമ്പോഴും ഒരക്ഷരം പോലും ഉരിയാടാത്ത ഈ പാറച്ചങ്കൻ്റെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ അങ്ങനെ പൊറുതിമുട്ടി വാഴുമ്പോഴാണ് അബദ്ധത്തിൽ നമ്മുടെ തൃശ്ശൂരിലെ DYFI നേതാവ് ശരത് എന്ന് പറയുന്നൊരു പയ്യൻ ആരോടോ ഒരു ഫോൺ സംഭാഷണത്തിലൂടെ പറഞ്ഞു ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാം കോടീശ്വരന്മാരാണെന്ന്. അതിന് സംശയം എന്താ? അങ്ങനൊരു വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ പുറത്ത് ചാടി വീണവനെ അടിച്ചൊതുക്കാനും കൊന്നൊടുക്കാനും കൊല വിളിക്കാനും മാർക്സിസ്റ്റുകാരെല്ലാം മാളത്തിൽ നിന്ന് പുറത്ത് ചാടി ഇവിടെ അരങ്ങ് തകർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ്. EP ജയരാജൻ്റെയൊക്കെ വർത്തമാനം കേട്ടാൽ കുടവയർ കുത്തിക്കൊന്ന് എടുത്ത് കളയാൻ തോന്നിപ്പോൾ. ആ സൈസ് വർത്തമാനമാണല്ലോ ഇവനൊക്കെ വായിൽ നിന്ന് വലിച്ചിറക്കി വിടുന്നത്. അങ്ങനെ ഈ കൊലപാതക രാഷ്ട്രീയം ഇവിടെ ഇവരാവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടൊരക്ഷരം പോലും പറയാതെ ഉത്തരവാദിത്തപ്പെട്ട പരട്ടച്ചങ്കൻ, ഈ പാറച്ചങ്കൻ ഒളിച്ചു നടക്കുന്നു. നാളെ നിയമസഭാ സമ്മേളനമാണ്. അവിടെ എത്തുമ്പോൾ പ്രതിപക്ഷം എടുത്തിട്ട് വലിച്ചു കീറുന്നത് കൊണ്ട് നമുക്ക് കൂടുകൂടെ ചിരിക്കാം. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ കൂട്ടുകാരെ. നമുക്ക് നീതി കിട്ടണ്ടേ? നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവരെപ്പോലെ തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന പാറച്ചങ്കൻ സുഖലോലുപതയുടെ സപ്രപഞ്ചത്തിൽ ക്ലിഫ് ഹൗസിൽ സുഖിച്ചു വാഴുന്നത് പോലെ നമുക്കങ്ങനെ സുഖിച്ചു വാഴാനുള്ള അവകാശമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്കത്രയും പണമൊന്നും സമ്പാദിക്കാനുള്ള കഴിവും കുശാഗ്രബുദ്ധിയും ക്രൂരതയും ഇല്ലെന്ന് കരുതി സാധാരണയായി നമ്മൾ 8 മണിക്കൂറും 10 മണിക്കൂറും അധ്വാനിച്ച് ജീവിക്കാൻ നമുക്ക് ഉള്ള വക അനത്തി കുടിച്ചുകൊണ്ട് നമ്മുടെ കൂരകളിൽ കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കാതെ പോലീസിനെ വിട്ട് നമ്മളെ ചവിട്ടി ഓടിച്ച് എല്ലൊടിക്കുന്ന ഈ ക്രൂരതയ്ക്ക് എതിരെ ഒരക്ഷരം ശബ്ദിക്കാനോ അതല്ലെങ്കിൽ ക്രൂരതയ്ക്ക് വിധേയമാക്കപ്പെട്ടവർക്ക് നീതി നൽകാൻ പോലും ഒരക്ഷരം മിണ്ടാത്ത ഈ പരട്ട പാറച്ചങ്കൻ്റെ ഭരണം തുടരുന്നു എന്നത് കേരളത്തിലെ സാക്ഷരതയുടെ ജനങ്ങൾക്ക് വളരെ ആഭാസകരവും ലജ്ജയും നാണക്കേടുമാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് എനിക്ക് തീർത്തെന്ന് പറയാനുള്ളത്, നമ്മൾ ഈ അയൽ രാജ്യങ്ങളിലെ കഥകളൊക്കെ എപ്പോഴും അവിടെ നടക്കുന്ന സംഭവങ്ങൾ പത്രത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിലും നേപ്പാളിലും മ്യാൻമറിലും ശ്രീലങ്കയിലും ഒക്കെ ജനാധിപത്യ ഭരണാധികാരികൾ അവരുടെ ജനാധിപത്യം ധ്വംസനം കണ്ട് ക്ഷമകെട്ട് ജനങ്ങൾ അവരെ ആ സ്ഥാനങ്ങളിൽ നിന്ന് അടിച്ചിറക്കി വിടുന്നു. അത് കണ്ടിട്ടും പക്ഷേ നമ്മളുടെ വീര്യം കൂടിയ, ക്ഷമ കൂടിയ നമ്മുടെ കേരളീയ ജനങ്ങളുടെ വിവേകത്തെ പരിഹസിക്കുന്ന, അതിനെ പുച്ഛിച്ചു തള്ളുന്ന ഈ പാറച്ചങ്കനോട് യാതൊരു ദയവും കാണിക്കാതെ ഈ പാറച്ചങ്കനെതിരെ സമരം നയിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടബായ രാജപക്സയെ അവിടെ നിന്ന് അടിച്ചോടിച്ച കൊട്ടാരം പിടിച്ചടക്കി ജനങ്ങൾ അതിനകത്ത് കയറി മെഴുകിറക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ക്ലിഫ് ഹൗസ് അടിച്ച് നിരത്തി ഈ പരട്ടച്ചങ്കനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനൊരു പ്രക്ഷോഭം, ഒരു കലാപം ഉണ്ടാകുന്ന കാലത്ത്
ആ കലാപത്തിൻ്റെ മുന്നിൽ ആദ്യമായി വെടിയേറ്റ് മരിക്കാൻ നിങ്ങളോടൊപ്പം ഇതിനൊരു യുവതലമുറ ഇവിടെ തയ്യാറാവുന്ന കാലത്ത് നിങ്ങളോടൊപ്പം വന്ന് മുൻനിരയിൽ നിന്ന് വെടിയേറ്റ് മരിക്കാനും ഞാൻ തയ്യാറാണെന്നും ഇവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ എല്ലാ മനുഷ്യരും ആബാലവൃദ്ധ ജനങ്ങളും ഇറങ്ങിത്തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.